റേഷൻ കട വ്യാപാരികളുടെ പ്രശ്നം അത് ഇങ്ങനെ സംസ്ഥാനത്ത് ഏറിയേറി വരുന്നുണ്ട്. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച ഈ റേഷൻ കടകൾ അടച്ചിട്ട് പ്രതിഷേധിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്താണ് കാര്യം എന്നല്ലേ? അതായത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ വേതനം ഇതുവരെയും അനുവദിച്ചിട്ടില്ല. അതൊരു പ്രധാനപ്പെട്ട കാരണം. പിന്നെ ഉത്സവ ഭത്ത പെട്ടെന്ന് അനുവദിക്കുക. ഈ രണ്ട് ആവശ്യങ്ങൾ, പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഇത് രണ്ടുമാണ്. മറ്റു പ്രശ്നങ്ങളും ഉണ്ട്. നമുക്കറിയാലോ, സംസ്ഥാനത്തെ റേഷൻ ശൃംഖലയൊക്കെ ഇടയ്ക്കിടയ്ക്ക് തയ്യാറിലാവുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അത് കേൾക്കുന്നില്ല. പക്ഷേ വ്യാപാരികൾ ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. രാഹുൽ സുരേഷാണ് വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് രാഹുൽ സുരേഷ്. അപ്പോൾ ഈ റേഷൻ കട വ്യാപാരികളുടെ പ്രശ്നങ്ങൾ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അതോടൊപ്പം തന്നെ അവർ പ്രതിഷേധം അറിയിക്കാറുണ്ട്, സമരപ്രഖ്യാപനം നടത്താറുണ്ട്. എന്താണ് നിലവിലെ സാഹചര്യം? ഇവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇപ്പോൾ ഇതിനോടകം തന്നെ പ്രജൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ മുന്നോട്ട് പോകാനാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത് രാഹുൽ? പ്രജിൻ, പ്രവിത, വെരി ഗുഡ് മോർണിംഗ്. തങ്ങളുടെ സേവനം, തങ്ങളുടെ ജോലി ഒരു ഫ്രീ സേവനമായി സർക്കാർ കാണുന്നുണ്ടോ എന്നതാണ് റേഷൻ വ്യാപാരികളുടെ നിലവിലെ സംശയം. കാരണം സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ വേതനം ₹1 പോലും അവർക്ക് ഇതുവരെയും അനുവദിച്ചിട്ടില്ല. ഈ വേതനം ലഭിക്കാനായി മുട്ടാവുന്ന എല്ലാ ഡോറുകളിലും മുട്ടിയിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. നടത്താവുന്ന പരമാവധി ചർച്ചകൾ അവർ ഇതിനോടകം തന്നെ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും ചർച്ച പരാജയപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയതോടെയാണ് കടകൾ അടച്ചിട്ട് പ്രതിഷേധിക്കാൻ നിലവിൽ റേഷൻ കട വ്യാപാരികൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ആദ്യഘട്ടം എന്നോണമാണ് വരുന്ന ചൊവ്വാഴ്ച സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കടകളും അടച്ചിട്ടുകൊണ്ട് ഒരു സമരത്തിലേക്ക് കടക്കാൻ ഇതിനോടകം അവർ തീരുമാനിച്ചിട്ടുള്ളത്. ഈ ചൊവ്വാഴ്ചയിലെ സമരം സൂചന മാത്രമാണ്. സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ കടുത്ത സമരത്തിലേക്ക് പോകുമെന്നാണ് റേഷൻ കട വ്യാപാരികൾ നൽകുന്ന മുന്നറിയിപ്പ്. സെപ്റ്റംബറും ഒക്ടോബർ മാസത്തെ പൈസയാണ് ഇതുവരെയും അവർക്ക് ലഭിക്കാത്തത്. അതുമാത്രമല്ല, ഓണക്കാലത്ത് ഉത്സവ ഭത്ത അനുവദിക്കാമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയിരുന്നു. അതും ഇതുവരെയും അനുവദിച്ചിട്ടില്ല. ഇങ്ങനെ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് അവർ സമരത്തിലേക്ക് കടക്കുന്നത്. ഇന്നലെ റേഷൻ കോർഡിനേഷൻ കമ്മിറ്റി യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിലാണ് തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. സാധാരണ ഇത്തരത്തിലുള്ള സമരത്തിലേക്ക് കടക്കുമ്പോൾ സർക്കാരിനെ ഈ വിവരം അറിയിക്കേണ്ടതുണ്ട്. ഇന്ന് ഭക്ഷ്യവകുപ്പിന് ഉൾപ്പെടെയുള്ള ആളുകൾക്ക്, വകുപ്പിനും ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും നോട്ടീസ് നൽകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കടുത്ത ഒരു പ്രതിഷേധത്തിലേക്ക് പോകാനാണ് നിലവിൽ റേഷൻ കട വ്യാപാരികളുടെ തീരുമാനം. പ്രജിൻ, പ്രവിത.